ഗൈസ്, അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഡിസംബർ 31 ഇന്ന്. സ്വിഗ്ഗി ഏണപ് ടു 4000 രൂപ വരെ സമ്പാദിക്കാമെന്നാണ് സ്വിഗ്ഗി കമ്പനി നൽകിയിരിക്കുന്ന ഓഫർ. അങ്ങനെ 2 ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ന് സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏണപ് ടു 4000 അപ്പം ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തായാലും 11 മണി മുതൽ 5 മണി വരെ 25 രൂപ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. 5 മണി മുതൽ 6 മണി വരെ 45, 6 മണി മുതൽ 12 മണി വരെ 85 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആണ്. 85 + 25, അപ്പൊ ഏകദേശം 110. ഉച്ചയ്ക്ക് 11 മണി മുതൽ 5 മണി വരെ 25 + 25 50 രൂപയാണ് ഒരു ഓർഡറിന്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. എന്തായാലും ഇന്ന് എത്ര രൂപ ഏണിങ്സ് കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഓർഡർ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നോക്കാം എങ്ങോട്ടാണെന്ന്. ഡെസി കപ്പ 57 രൂപ. ഞാൻ പറഞ്ഞില്ലേ 6 കിലോമീറ്റർ 25 രൂപ സർജോട് കൂടി 57 രൂപയ്ക്കാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. ഇന്ന് ഡബിൾ ഏണിങ്സ് ആണ്, ന്യൂ ഇയർ അല്ലേ. എന്തായാലും നേരെ ഡെസി കപ്പയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടാമത്തെ ഓർഡറിന്. അങ്ങനെ രണ്ടാമത്തെ ഓർഡറും ഡെലിവറി ചെയ്തു. അതിനുശേഷം ഒരു ഓർഡറും കൂടി ലഭിച്ചു. ഇപ്പം 3 ഓർഡറാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 3 മണിയോളം ആയിട്ടുണ്ട്. ഈ 3 മണിയുടെ ഇടയിൽ 11:30 മുതൽ 3 വരെയുള്ള സമയത്തിന് 3 ഓർഡറാണ് ആകെ ലഭിച്ചത്. കിട്ടിയ ഏണിങ്സ് 186 രൂപയാണ്. കുറവങ്കോണം അക്ഷയം എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. 110 രൂപയായി ഭക്ഷണം കഴിച്ചതിന്. ഓർഡർ വളരെ കുറവാണ്. ഏണപ് ടു 4000 ഒക്കെ കണ്ടിട്ട് കഴിയാറായി. കാരണം 4 മണിയുടെ ഷിഫ്റ്റിലേക്ക് തീരാൻ പോകും. ആഹാരം വളരെ മോശമാണ്. 4000 എത്തുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. എന്തായാലും ഇനിയും സമയം ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം എത്ര എത്തുമെന്ന്. ഗൈസ്, അങ്ങനെ ഉച്ചക്കലത്തെ പീക്ക് ഷിഫ്റ്റ് കഴിഞ്ഞായിരുന്നു. ആകെ അടിച്ച 3 ഓർഡർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് പീക്ക് ഷിഫ്റ്റിൽ ന്യൂ ഇയർ ആയിട്ട് 200 രൂപയായിരുന്നു ഏണിങ്സ്. അപ്പോൾ അതിനുശേഷം 4 മണിക്കുള്ള ഷിഫ്റ്റ് തുടങ്ങി. 4 മണിക്കുള്ള ഷിഫ്റ്റ് തുടങ്ങിയിട്ട് 2 ഓർഡർ ലഭിച്ചിരുന്നു. ഇപ്പൊ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. 45 രൂപയാണ് ഇപ്പൊ എക്സ്ട്രാ സർജായിട്ട് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഏണിങ്സ്, ഇന്നത്തെ ഏണിങ്സ് ന്യൂ ഇയർ ആയിട്ട് മണിക്കൂറും 34 മിനിറ്റും 314 രൂപയാണ് ഇതുവരെ ആയിട്ടുള്ള ഏണിങ്സ്. എന്തായാലും 45 രൂപയൊക്കെ സർജിട്ടിട്ട് ഓർഡർ അടിക്കുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും രാത്രി 10:30 വരെയുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നോക്കാം ഇനി ഓർഡർ കിട്ടുമെന്നുള്ള കാര്യം. കാരണം 6 മണിക്ക് ശേഷം 85 രൂപയാണ് സർജ്. ഓരോ ഓർഡർ അടിച്ചാൽ ഏകദേശം 110 രൂപ വീതമാണ് കിട്ടുന്നത്. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി പറയുന്നതിൻ്റെ 4000-ന്റെ 2000 പോലും എത്തും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഓർഡർ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. 300 രൂപയാണ് ഇതുവരെയുള്ള ഒരു ഏണിങ്സ്. ന്യൂ ഇയർ ആണെന്നുള്ള കാര്യം ആരും മറക്കരുത്. എന്തായാലും നമുക്ക് നോക്കാം, ഇനിയും ബാക്കി സമയമുണ്ടല്ലോ. ഗൈസ്, അങ്ങനെ 4 മണിയുടെ 7 മണിയുടെ ഷിഫ്റ്റിന്റെ ഇടയിൽ 4 ഓർഡർ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം 7 മണിയുടെ ഷിഫ്റ്റ് ആരംഭിച്ചു. ഇപ്പൊ സമയം ഏകദേശം 9 മണിയോളം ആയിട്ടുണ്ട്. ഈ 9 മണിയുടെ ഇടയിൽ 2 ഓർഡർ അടിച്ചു, 2 ഓർഡർ ഡെലിവറി ചെയ്തു, 2 ഓർഡർ വീണ്ടും കിട്ടി. ഡബിൾ ഓർഡർ ആയിരുന്നു. ഇപ്പം ഓർഡർ നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്നുണ്ട്. കാരണം 85 പിന്നെ 25 ഏകദേശം 110 രൂപയോളം കിട്ടുന്നുണ്ട് ഒരു ഓർഡറിന്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒരു ഹോട്ടലിൽ തന്നെ ഏകദേശം 25 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പം 9 മണി ആയിട്ടുണ്ട്. 4 ഓർഡർ ആയിട്ടുണ്ട്. 2 മാത്രമേ ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ഇനി 2 കൂടി ഡെലിവറി ചെയ്യാറുണ്ട്. അങ്ങനെ 9 മണിക്ക് ശേഷം ഇനി ഈ ഓർഡർ ഡെലിവറി ചെയ്തതിന് ശേഷം 10:30 വരെയാണ് സമയം. എത്ര ഓർഡർ കിട്ടും എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഏണിങ്സ് 833 ഉണ്ട് ഇതുവരെ ആയിട്ടും. അപ്പൊ ഈ കയ്യിലുള്ള ഓർഡർ കൂടി ഡെലിവറി ചെയ്യുമ്പോൾ എന്തായാലും 1000 കഴിയും. വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് 1000 എന്ന 3 അക്ക സംഖ്യ കടക്കാൻ കഴിയുന്നത് തന്നെ. അപ്പൊ എന്തായാലും 10:30-ക്കുള്ളിൽ എത്ര ഓർഡർ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ 11 മണിക്കൂറും 32 മിനിറ്റും സ്വിഗ്ഗിയുടെ ഓട്ടം അവസാനിപ്പിച്ചു. 1535 രൂപയാണ് ന്യൂ ഇയറിന് കിട്ടിയ ഏണിങ്സ്. 4000 ഒക്കെ കമ്പനി പറഞ്ഞെങ്കിലും എത്താൻ പറ്റിയില്ല. എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് 1500 അല്ലെങ്കിൽ ഒരു 3 അക്ക സംഖ്യ തന്നെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ചാനൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തി അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.